പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികാരത്തിലേറിയിട്ട് 10 ആണ്ട് തികക്കുന്ന പിണറായി സർക്കാർ 5 തവണയാണ് കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മറ്റെല്ലാ സാധനങ്ങൾക്കും വില കുതിച്ചു കയറുന്നു എന്നുള്ളത് പോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും ഈ നിലക്ക് കുതിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് 300 രൂപയോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയോ മേലെയോ ആയി കറണ്ട് ബില്ല് അടച്ചിരുന്ന നമ്മളൊക്കെ ഇന്ന് കറണ്ട് ബില്ല് അടക്കുന്നത് 1000 മുകളിലോ താഴെയോ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കറണ്ട് ബില്ല് വർദ്ധിപ്പിച്ചിട്ടും ഈ KSEBയുടെ കടം വ്യാപകമായ രൂപത്തിൽ, ഭീമമായ രൂപത്തിൽ കുത്തനെ ഉയരുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിന് കാരണമെന്ന് നമ്മുടെ ബഹുമാന്യനായ VD സതീശൻ ഒരിക്കൽ നിയമസഭയിൽ വിശദീകരിക്കുകയുണ്ടായി. നമുക്കതൊന്ന് കാണാം. അതുവരെയുള്ള കടങ്ങൾ കുറച്ചു. 2016 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയാണ്. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ? 45,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിക്കാൻ. 7 കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു ഈ വിലയ്ക്ക്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യ്. 1 പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതിയോ? നിങ്ങളിപ്പോ എത്ര പൈസക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസയ്ക്ക് വരെ മേടിക്കുക. ഒരു ദിവസം 15 കോടി 20 കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ്. എന്റെ അവസാനം അതിന്റെ പാപഭാരം ആരുടെ തലയില? ജനങ്ങളുടെ തലയിൽ. നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോ 2 പ്രാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ചു. ഇപ്പോഴത്തെ കൂട്ടൽ കൊണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി. അപ്പൊ ഒരു പ്രഖ്യാപനം വേണ്ട. മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോ അവരുടെ വൈദ്യുതി ചാർജ് കൂടി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത, നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി, അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, അത് റദ്ദാക്കിയത് 4 രൂപ 29 പൈസക്ക് ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി 14 രൂപ 30 പൈസക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റാണിത്.